പ്രസ് സ്റ്റോപ്പിൽ പത്രവാർത്തകളുമായി ലിജോ വർഗീസാണ് ചേരുന്നത്. ലിജോ, ഗുഡ് മോർണിംഗ്. എന്തെല്ലാമാണ് പത്രവാർത്തകൾ? ഗുഡ് മോർണിംഗ് ഹർഷൻ. പലവിധമായ വാർത്തകൾ, പ്രത്യേകിച്ച് വേനൽ, അതുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് കട്ട്, അങ്ങനെയുള്ള വാർത്തകൾ എല്ലാ പത്രങ്ങളിലും ഇന്ന് ഇടം പിടിച്ചിട്ടുണ്ട്. നമുക്ക് പ്രസ് സ്റ്റോപ്പ് നോക്കി വരാം. ആദ്യം മാധ്യമം പത്രത്തിലെ ഒരു വാർത്ത നമുക്ക് കാണാം. അതിങ്ങനെയാണ്, അതിൻ്റെ ഹെഡ്ലൈൻ: എടുത്തുകൊള്ളുക ഇതെൻ്റെ രേഖ എന്നാണ്. 19,300 രൂപ പിൻവലിക്കാൻ സഹോദരിയുടെ അസ്ഥികൂടം തോളിലേറ്റി ബാങ്കിലേക്ക്. ഒഡീഷയിൽ നിന്നൊരു കണ്ണീർ കാഴ്ച എന്ന ഒരു കാരിക്കേച്ചർ അടക്കം ചേർത്തുകൊണ്ടാണ് മാധ്യമം ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. മനുഷ്യനെ കാണാത്ത നിയമവും അത് നടപ്പാക്കുന്നവരും ഉടപ്പിറന്നോളുടെ അസ്ഥികൂടം കണ്ടെങ്കിലും കൺ തുറക്കട്ടെ എന്നായിരുന്നു ജിതു മുണ്ട എന്ന ഭാരത പൗരൻ ചിന്തിച്ചത്. അതിനായി സഹോദരിയുടെ കുഴിമാടം മാന്തി അവശേഷിപ്പുമായി ആ വിദൂര ഒഡീഷ ഗ്രാമത്തിലെ കത്തുന്ന വെയിലിൽ അയാൾ ബാങ്കിന് മുന്നിലെത്തി ചോദിച്ചു, ഇതെൻ്റെ സഹോദരിയുടെ അസ്ഥിപഞ്ജരം, അവകാശി എന്നതിൻ്റെ രേഖയും ഇത് തന്നെ, ഇനിയെങ്കിലും ആ പണം എനിക്ക് തരുമോ എന്ന് അദ്ദേഹം ചോദിച്ചതാണ്. അദ്ദേഹം തളർന്നിരിക്കുന്ന, ബാങ്കിന് മുൻപിൽ അസ്ഥികൂടവുമായി വന്ന് തളർന്നിരിക്കുന്ന ഒരു ചിത്രം കൂടിയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ മാധ്യമം ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഇപ്പോഴും ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ. ഗ്രാമങ്ങളിൽ ഇന്ത്യയൊക്കെ ഇങ്ങനെയാണ്. ഇത്രയും വികസനം എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും മനുഷ്യരിങ്ങനെയും ജീവിക്കുന്നുണ്ട് എന്നതിൻ്റെ നേർസാക്ഷ്യം കൂടിയാണ് മാധ്യമത്തിലെ ആ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായി ഇന്നത് ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് കെട്ടുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഹെഡ്ലൈനുകൾ ഇന്ന് പല പത്രങ്ങളിലുണ്ട്. അതിൽ മാതൃഭൂമി ഇങ്ങനെയാണ് പറയുന്നത്: കെ ഷോക്ക് എന്നാണ്. വൈദ്യുതി നിയന്ത്രണം ഉറപ്പിച്ചു, രാത്രിയിൽ അരമണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങും, മുൻകൂട്ടി അറിയിക്കില്ല, ജനം ബുദ്ധിമുട്ടും. അതോടൊപ്പം തന്നെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വിശദീകരണമുണ്ട്. റെക്കോർഡ് ഉപഭോഗം 11.82 കോടി യൂണിറ്റാണ് ഓരോ ദിവസവും ഉപയോഗിക്കുന്നത്. വേണം നിയന്ത്രണങ്ങൾ. രാത്രി 12 മണി വരെ വൈദ്യുത വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കണം. ഇൻഡക്ഷൻ കുക്കറിൻ്റെയും കൂടുതൽ വൈദ്യുതി വേണ്ട മറ്റു ഉപകരണങ്ങളുടെയും പ്രവർത്തനം രാത്രിയിൽ ഒഴിവാക്കണം. AC-കൾ 24 മുതൽ 26 ഡിഗ്രി എന്ന നിലയിൽ ക്രമീകരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണ് മാതൃഭൂമിയിൽ ആ വാർത്ത ഇന്ന് ഉള്ളത്. മനോരമയിൽ കരുതലില്ലാതെ ഇരുട്ടിലാക്കി എന്നാണ് ഹെഡ്ലൈൻ. വൈദ്യുതി പ്രതിസന്ധി, ഡാം മാനേജ്മെൻറ്റിൽ KSEBക്ക് പിഴവുണ്ടായി. ഡാമുകളിലേക്ക് എത്തിയത് കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും ഉയർന്ന അളവിലുള്ള വെള്ളമാണ്, പക്ഷേ അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതിസന്ധിക്ക് കാരണം ആസൂത്രണം ഇല്ലാതെയുള്ള വൈദ്യുതി ഉൽപ്പാദനം എന്നാണ്. ഔദ്യോഗികമായ അരമണിക്കൂറിൽ താഴെ വൈദ്യുതി നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് മനോരമ ഇന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശാഭിമാനിയാണെങ്കിൽ അത് കേരളത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യ ഇരുട്ടിൽ എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ദേശാഭിമാനി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്തെ വൈദ്യുതി ക്ഷാമം രൂക്ഷമാണ്. പഞ്ചാബിൽ 10 മണിക്കൂർ അപ്രഖ്യാപിത പവർ കട്ട്. രാജസ്ഥാനിൽ രാത്രിയിൽ വൈദ്യുതിയില്ല. വ്യവസായത്തെയും കൃഷിയെയും ബാധിച്ചു. ഡൽഹിയിലും പ്രതിസന്ധി രൂക്ഷമാണ്. ഉഷ്ണതരംഗം ഉത്തരേന്ത്യയിൽ ഉള്ള ജനങ്ങൾ വലഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഉത്തരേന്ത്യയുടെ കാര്യം ഇങ്ങനെയാണ് എന്നാണ് ദേശാഭിമാനി ഇന്ന് ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം മാതൃഭൂമിയിലൊരു വാർത്തയുണ്ട്. അതിങ്ങനെയാണ്: എന്തിനാണ് ഈ വാശി എന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി ചോദിച്ചതാണ് ഈ കാര്യം. ജോലി ചെയ്തവർക്ക് വോട്ട് നിഷേധിച്ചത് ദൗർഭാഗ്യകരം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി രാവും പകലും ജോലി ചെയ്ത 20,000-ലധികം ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നിഷേധിച്ചെന്ന ആരോപണം ശരിയെങ്കിൽ നിർഭാഗ്യകരമെന്ന് ഹൈക്കോടതി പറഞ്ഞു എന്നുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി പ്രവർത്തിച്ചവരാണവർ, ഒന്നും ചെയ്യാനാകില്ല എന്നാണോ കമ്മീഷൻ പറയുന്നതെന്നും ജസ്റ്റിസ് KV ജയകുമാർ വാക്കാൽ ചോദിച്ചു എന്നുള്ള കാര്യമാണ് മാതൃഭൂമി. അത് മറ്റു പത്രങ്ങളിലും ഇന്ന് ആ വാർത്തയുണ്ട്. മാതൃഭൂമിയും അതൊരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നുണ്ട്. സുപ്രീം കോടതിയിൽ നിന്നൊരു മറ്റൊരു വാർത്തയുണ്ട്. അത് ജനയുഗത്തിലാണ് ആ വാർത്തയുള്ളത്. ഒരു മതത്തെയും ഇകഴ്ത്തരുതെന്ന് സുപ്രീം കോടതിയുടെ താക്കീത്. ശബരിമല യുവതി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ, ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ബെഞ്ചിൻ്റെ സിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത് ചോദിച്ചത് എന്നാണ് ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതൊരു മതവും ഏതൊരു ഭാഷയും ഒന്നിനേക്കാൾ മറ്റൊന്നത് മികച്ചതാണെന്ന വാദങ്ങൾ ഉന്നയിക്കരുതെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. അത് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എല്ലാ ഭാഷയും എല്ലാ മതങ്ങളും ഒരുപോലെയാണ് ഇന്ത്യയിൽ എന്നുള്ള കാര്യം സുപ്രീം കോടതി പറഞ്ഞതെന്നാണ് ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നത്. ജന്മഭൂമി എന്നാൽ ആ വാർത്തയിൽ തന്നെ മറ്റൊരു കാര്യമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മതസ്ഥാപനങ്ങളിൽ അരാജകത്വം അനുവദിക്കാനാകില്ല എന്ന് കോടതി പറഞ്ഞു എന്നുള്ള കാര്യമാണ് പറയുന്നത്. സൂഫി വിഭാഗത്തിന് വേണ്ടി ഹാജരായ നിസാം കോടതിയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് നമാസ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയ സത്വങ്ങൾ മുറുകെ പിടിക്കുന്ന കാര്യങ്ങൾ അത് അവർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ആരാണോ ആ ദർഗ അല്ലെങ്കിൽ ക്ഷേത്രം അവിടെയുള്ള ആളുകൾക്ക് അതിനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് കോടതി ഇടപെട്ടത് എന്നാണ് പറയുന്നത്. ഭരിക്കാനുള്ള അവകാശം എന്നാൽ എന്തും ചെയ്യാമെന്നല്ല, എല്ലാത്തിനും ഒരു രീതി
നീതി അഥവാ നടപടിക്രമം വേണം. അത് ക്ഷേത്രമെങ്കിലും ദർഗയെങ്കിലും അരാജകത്വം അനുവദിക്കാനാകില്ല എന്ന് പറഞ്ഞു എന്നുള്ള കാര്യമാണ് ജന്മഭൂമി ഇന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. പാചകവാതകവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ദീപികയിലുണ്ട്, അത് മറ്റു പത്രങ്ങളിലുമുണ്ട്. പാചകവാതകം വെള്ളിയാഴ്ച മുതൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. വിലയും ഉയർന്നേക്കാം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാചകവാതകത്തിന് ക്ഷാമം തുടരുന്നതിനാൽ വിതരണത്തിൽ കേന്ദ്ര സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതാണ്. ബുക്കിംഗ് ഇടവേളകൾ മാറും, മൊബൈൽ OTP നിർബന്ധമാവും, ആധാർ KYC എന്ന നിലയിലേക്ക് വരും. ഇന്ധന വില വർദ്ധിപ്പിക്കില്ലെന്നാണ് കേന്ദ്രം പറയുന്നത്, പക്ഷേ അതിൽ വർധന ഉണ്ടായേക്കാമെന്നും ദീപിക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റു പത്രങ്ങളിലും ഈ വാർത്ത ഇന്ന് നമുക്ക് കാണാനാകും. ചന്ദ്രികയിൽ മറ്റൊരു വാർത്തയാണ്, അത് ഇന്ധനവില വർധനവ് പറക്കാനാകുന്നില്ല എന്നുള്ളതാണ്. സർക്കാർ സഹായമില്ലെങ്കിൽ സർവീസുകൾ നിർത്തേണ്ടി വരുമെന്ന് വിമാന കമ്പനികൾ പറഞ്ഞു എന്നുള്ളതാണ്. ഇന്ധനവില സഹായിച്ചില്ലെങ്കിൽ സർവീസുകൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന് എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് എന്നീ വിമാന കമ്പനികൾ പറഞ്ഞ കാര്യമാണ് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഇറാൻ സംഘർഷം, ഇറാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ യുദ്ധം വലിയ തോതിൽ നമ്മളെ വീണ്ടും ബാധിക്കാൻ പോകുന്നു എന്ന തരത്തിലാണ് ആ വാർത്ത. അത് മറ്റു പത്രങ്ങളിലും ആ വാർത്തയുണ്ട്. സിറാജിൽ ഉള്ള വാർത്ത മറ്റു പത്രങ്ങളിലുള്ള വാർത്തയാണ്. എന്നാൽ സിറാജ് ഇത് ഒന്നാമത്തെ വാർത്തയായി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പക്കിൽ നിന്ന് UAE പിന്മാറി എന്നുള്ളതാണ്. എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് തിരിച്ചടി. OPEC പ്ലസിൽ ഇനി UAE ഇല്ല. മെയ് 1 മുതൽ ഇത് പ്രാബല്യത്തിലാവും. അതായത് ആ എണ്ണ ഉൽപാദന കൂട്ടായ്മയിൽ നിന്ന് തന്നെ UAE പിന്മാറുന്നു എന്നുള്ള വാർത്തയാണ് സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒരു രാജ്യത്ത് ഇപ്പോൾ ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും നടത്തിയ അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടായ യുദ്ധവുമായി ബന്ധപ്പെട്ട് ലോകത്താകമാനം വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെടിനിർത്തൽ ഇറാന്റെ നിർദ്ദേശം ട്രംപ് നിരസിച്ചേക്കുമെന്ന വാർത്ത മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെടിനിർത്തൽ കരാറിനുള്ള ഇറാന്റെ നിർദ്ദേശം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരസിച്ചേക്കുമെന്നാണ്. അതായത് ഈ പ്രശ്നം ഇപ്പോഴൊന്നും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല, അത് ബഹളവും ആയി അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേശാഭിമാനിയിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്, അത് മറ്റു പത്രങ്ങളിൽ ആ വാർത്ത കണ്ടില്ല. ന്യൂസിലാൻഡ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത. നുണകളുടെ പുകമറയുമായി മോദി സർക്കാർ എന്നാണ്. കേരളത്തിന്റെ 8-1 മാത്രം, അതായത് കേരളത്തിന്റെ 8-1 മാത്രം ജനസംഖ്യയുള്ള ന്യൂസിലാൻഡുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ ഉണർവേകുമെന്നാണ് കേന്ദ്ര സർക്കാർ വാദം. എന്നാൽ അത് അടിസ്ഥാനരഹിതമാണെന്നാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് കാരണം 45 ലക്ഷമാണ് ന്യൂസിലൻഡിന്റെ ജനസംഖ്യ. ഈ ഒരു ചെറിയ വിപണിയിലേക്കാണ് കരാറിലൂടെ തുറന്നു കിട്ടുന്നത്. ചെറിയ വിപണിയാണ് കരാറിലൂടെ തുറന്നു കിട്ടുന്നത്. അത് ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കുമെന്ന് പറയുന്ന അവകാശവാദം തെറ്റാണെന്നാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. മാതൃഭൂമിയിൽ ഒരു വാർത്തയുണ്ട്, അത് മെറ്റയോടും ഗൂഗിളിനോടും ഓസ്ട്രേലിയ പറഞ്ഞ കാര്യമാണ്. വരുമാനം പങ്കിടണം, ഇല്ലെങ്കിൽ നികുതി അടയ്ക്കേണ്ടി വരുമെന്നാണ്. നികുതി ഏർപ്പെടുത്തുന്നതിലൂടെ വർഷം തോറും $14.4 കോടി, അതായത് ഏതാണ്ട് 1693 കോടി രൂപയുടെ വരുമാനം സമാഹരിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അത്രത്തോളം വലിയ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നായി മെറ്റയോടും ഗൂഗിളിനോടുള്ള ഈ വരുമാനം പങ്കിടൽ പദ്ധതിയിൽ ഓസ്ട്രേലിയ കണക്കാക്കുന്നു എന്നുള്ളതാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള കൗമുദിയിൽ മറ്റൊരു വാർത്തയുണ്ട്, അത് കിണറ്റിലിറങ്ങി മെറീന, നാട്ടാർക്ക് തെളിനീര് എന്നാണ്. മാലിന്യ കിണർ വൃത്തിയാക്കി താരമായി വാർഡ് മെമ്പർ എന്നുള്ളൊരു വാർത്ത നമുക്ക് കാണാം. കിണറ്റിലിറങ്ങി നിൽക്കുന്ന മെറീന എന്ന വാർഡ് മെമ്പറേയും കാണാം. അത് ഇടുക്കി കട്ടപ്പനയിൽ നിന്നുള്ള വാർത്തയാണ്. അതൊരു ബ്രിട്ടീഷ് കാലത്തെ കിണറാണ്. ബ്രിട്ടീഷ് കാലത്തെ കിണർ ആണ് വൃത്തിയാക്കിയതെന്ന് കൂടി പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തോട്ടം തൊഴിലാളികൾക്കായി നിർമ്മിച്ച കിണറാണിത്. അതാണ് വാർഡ് മെമ്പർ തന്നെ നേരിട്ട് ഇറങ്ങി എല്ലാവർക്കും വെള്ളം കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ളത്. 2 എഡിറ്റോറിയൽ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതിലൊന്ന് മാധ്യമമാണ്. മാധ്യമം രണ്ടും ഒരേ വിഷയത്തിലുള്ള എഡിറ്റോറിയലാണ്. അത് മാധ്യമത്തിലുള്ള എഡിറ്റോറിയൽ ഇങ്ങനെയാണ്: ആപ്പ് MPമാരുടെ BJP ലയനം. കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്ന ശേഷവും അതിനെ നോക്കുകുത്തിയാക്കി ജനാധിപത്യ ധ്വംസനം തുടരാൻ സംഘപരിവാറിന് ആരെയും ഭയപ്പെടേണ്ടതില്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ് എന്നുള്ളതാണ്. ഡൽഹി ഭരണം ഈ വിഷയത്തിൽ രാഘവ് ചന്ദ്ര അടക്കമുള്ള 7 ആം ആദ്മി പാർട്ടി MPമാർ BJPയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നു. അതിൽ തന്നെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്, നേരത്തെ മുതൽ കോൺഗ്രസ് ഡൽഹിയിൽ നിന്ന് തങ്ങളുടെ ഭരണം തട്ടിയെടുത്തതിന് ശേഷം ആം ആദ്മി പാർട്ടിയുമായി അത്രത്തോളം ഊഷ്മളമായ ഒരു ബന്ധം ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ BJPയിൽ ലയിച്ച ആം ആദ്മി പാർട്ടി MPമാരുടെ രേഖയിലുള്ള സമ്പത്ത് മാത്രം കണക്കാക്കിയപ്പോൾ ഒരാളുടെ ശരാശരി ആസ്തി എന്ന് പറയുന്നത് 818
5 കോടി രൂപയാണെന്നിരിക്കെ ആം ആദ്മി പാർട്ടി എന്ന പേര് മാറ്റി കോടീശ്വരന്മാരുടെ പാർട്ടി ആക്കണമെന്നായിരുന്നു അജയ് മാക്കൻ പ്രതികരിച്ചിരുന്നത്. പഞ്ചാബിൽ ഒരു കാലത്തും ഭരിക്കാൻ കഴിയാതിരുന്ന 6.6% മാത്രം വോട്ട് ലഭിച്ച BJPക്ക് 85.7% പ്രാതിനിധ്യം രാജ്യസഭയിൽ നേടി കൊടുത്തതാണ് ആപ്പ് കോടീശ്വരന്മാർക്ക് ടിക്കറ്റ് വിറ്റതിൻ്റെ കാരണം എന്താണെന്ന് കൂടി പറയുകയാണ്. ഇത്രത്തോളം പണം കൊടുത്താണ് 6.6% മാത്രം വോട്ടുണ്ടായിരുന്ന BJP അവിടെ 85% ജനങ്ങളുടെ വോട്ട് പിടിച്ചു വാങ്ങിയത് എന്നാണ് മാധ്യമം എഡിറ്റോറിയൽ എഴുതുന്നത്. ഇതേ വിഷയത്തിൽ തന്നെയാണ് മാതൃഭൂമിയും ദീപികയും എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ദീപികയുടെ എഡിറ്റോറിയലിൽ പറയുന്ന കാര്യം അതിനൊരു രാഷ്ട്രീയ ചന്തയിലെ 7 കുതിരകൾ എന്നാണ് അതിന് ദീപിക ഇന്ന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. 7 ആം ആദ്മി പാർട്ടി MPമാർ BJPയിൽ എത്തിയത് 3-2 ഭൂരിപക്ഷമുള്ളതിനാൽ കൂറുമാറ്റ നിരോധന നിയമ പരിധിയിൽ വരില്ല. അവരെത്തിയത് അത്തരത്തിൽ പ്രശ്നമുണ്ടാക്കില്ല. പക്ഷേ ജനവഞ്ചനയുടെയും ജനാധിപത്യ അട്ടിമറിയുടെയും പരിധിയിൽ അത് വരും എന്നാണ് ദീപികയും പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇങ്ങനെ വിവിധ തരത്തിലുള്ള വാർത്തകൾ നമുക്ക് പത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇനി തിരിച്ച് വീണ്ടും ഹർഷനിലേക്ക്. റൈറ്റ്.